തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. കോളറ രോഗികളെ ചികിത്സിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിന്റെ ഭർത്താവിനാണ് രോഗബാധ. വിഷ്ണു കരുണാകരൻ വിവരങ്ങൾ നൽകും. വിഷ്ണു, എങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് ഇപ്പോൾ? തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കോളറ രോഗികളെ ചികിത്സിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിന്റെ ഭർത്താവിനാണ് ഈ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് രോഗം പടർന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. 2 ദിവസം മുൻപാണ് രോഗബാധ സ്ഥിരീകരിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം നെയ്യാറ്റിൻകരയിലെ രോഗബാധയുടെ ഉറവിടം കുടിവെള്ള ടാങ്കാണെന്ന് ഒരു കണ്ടെത്തലുണ്ട്. ആ കുടിവെള്ള ടാങ്കിലേക്ക് എങ്ങനെയാണ് രോഗബാധ എത്തിയത് എന്നുള്ള കാര്യത്തിലും ഇതുവരെയും ഒരു വ്യക്തതയില്ല. ഏതായാലും ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ്. ഈ കോളറ രോഗം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നുള്ള കാര്യത്തിൽ നേരത്തെ ഒരു വ്യക്തത വന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുടിവെള്ള ടാങ്കിൽ നിന്നും ആണ് ആരംഭിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ രോഗിയെ ചികിത്സിച്ച നഴ്സിന്റെ ഭർത്താവിനും രോഗം ബാധിച്ചതും വലിയൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതായത് കോളറ ബാധിച്ച നെയ്യാറ്റിൻകരയിലെ ഒരു പ്രദേശത്താണ് പ്രധാനമായും കോളറ ബാധ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ രോഗിയെ ചികിത്സിച്ച നഴ്സിന്റെ ഭർത്താവിന് കൂടി രോഗം പിടിപെട്ടതോടെ ആ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പ് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇനി രോഗം ബാധിച്ച് ഏകദേശം 12ഓളം ആളുകളാണ് ഇപ്പോൾ കോളറ ബാധിച്ചു ചികിത്സയിലുള്ളത്. അതേസമയം പനിയും വ്യാപകമായി പടരുന്ന ഒരു സാഹചര്യം തലസ്ഥാനത്ത് അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ശരിയായി വിഷ്ണു.